തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഇവിടെ കൊണ്ടുവരും, നമ്മുടെ ഹോട്ടൽ ഫർദയിൽ കൊണ്ടുവരും. ഒന്നും തെറ്റിക്കണ് തെറ്റിയവർക്കൊന്നുമല്ല. ഞങ്ങൾ ഇന്നൊരു പ്രോഗ്രാമിന് ഇറങ്ങിയെടുക്കുകയാണ്. അങ്ങനെ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ മഞ്ചേരിയുള്ള ഫർദയിൽ എത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഫുഡ് കഴിക്കാൻ ആഗ്രഹം, അവൾക്ക് വേറൊരു ഫുഡ് കഴിക്കാൻ ആഗ്രഹം, കുട്ടിക്ക് വേറൊരു ഫുഡ് കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം പ്രമാണിച്ച് എല്ലാ ഫുഡും കിട്ടുന്ന കടയിൽ എന്താക്കി നിർത്തി നമ്മൾ. റഷ്യൻ സലാഡ് വേണോ? എന്നിട്ട് കളി ഞാൻ കാണിച്ചത് കുറച്ച് വെള്ളം കൊടുക്കുമ്പോൾ ചെറിയ കണ്ടിട്ടോ. ഞാൻ തരാം ആകാട്ടാ. പച്ചവെള്ളാണ്, ഇങ്ങനെ രസിക്കാനുള്ളതൊന്നുമില്ല. ഫുഡ് എത്തിയിട്ടുണ്ട്. പൊറോട്ട വാങ്ങി, ഞാൻ അൽഫാം പീസും സിനു ബ്രോൺസ് എന്താ പറയാ ചെമ്മീൻ. എൻ്റെ കുട്ടി ഇതാ ചപ്പാത്തി. ഇങ്ങനെ എന്നാൽ വേഗം കഴിക്കും, പോയിട്ട് പരിപാടി ഉണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എന്തിനാണ് നമ്മൾ അരീക്കോട്ടിലോട്ട് പോകുന്നത്? നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ അരീക്കോട്ടിലോട്ട് പോവുകയാണ്. ഉമ്മയും വീട്ടുകാരൊക്കെ ഇന്നലെ വന്നതല്ലേ, പിന്നെ എന്തിനോളം ഇന്ന് അങ്ങോട്ട് പോകണമെന്നുള്ള ചോദ്യം വരും. ഇതുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഉപകാരമാവും കേട്ടോ. SLCയെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണല്ലേ. ഓക്കെ, അത് മാത്രമല്ല ഗൈസ്, അപ്പോൾ ഈ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ ഞാനാവുകൊണ്ട് എനിക്ക് ഭയങ്കര ടയർഡ്നെസ്സാണ്. അപ്പോൾ ഞാനവളോടൊരു ഓപ്ഷൻ വെച്ചു, എന്താണ്, ആണുങ്ങളും എഡിറ്റ് ചെയ്തൊക്കെ ആകുമ്പോൾ ഞാൻ ഓലപ്പം കറങ്ങാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരു പെണ്ണിനെ എഡിറ്റ് ചെയ്യാനും ക്യാമറമാനായിട്ടും എൻ്റെ സ്റ്റാഫായിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ മുന്നേ മുണ്ടണില്ല. എന്താണ് എൻ്റെ അഭിപ്രായം? എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ഓള് നോക്കുക. എൻ്റെ എഡിറ്റിങ്, പിന്നെ എൻ്റെ കൂടെ യാത്രകൾക്ക് വരാനും വീഡിയോ എടുത്തു തരാനൊക്കെ ഓള്. എനിക്ക് ചോറും കൂട്ടാനും കഞ്ഞിയൊക്കെ വെച്ച് ഇങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ തിരുമ്പ. ഓപ്ഷൻ എങ്ങനെ ഉണ്ട്? വേലക്കാരിയല്ല, ഇങ്ങനെ പറയാൻ പറ്റില്ല. ഒരു സ്റ്റാഫിനല്ലേ നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നാ എൻ്റെ അഭിപ്രായം. ഇനി വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റാഫിന് പെരയിൽ മുറ്റടിച്ചാലൊക്കെ നിർത്താം, അന്നൊന്ന് ഹെൽപ്പ് ചെയ്യാനും നിർത്താം. കുഴപ്പമുണ്ടോ? വീഡിയോ നിർത്തി കഴിഞ്ഞപ്പോ അതിന് ഉത്തരവൊക്കെ പറഞ്ഞിരും ഗൈസ്. അങ്ങനെ നമ്മൾ അരീക്കോട് എത്തിയിട്ടുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലേ. ഇപ്പൊ തന്നെ നമ്മള് നാട്ടിലോട്ട് തിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. സ്പെസ് എന്നാണ് കേട്ടോ അവിടുത്തെ പേര് വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്പോട്ട് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരീക്കോട് പുത്തലത്താണ് കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ചെന്ന് പറയാം ഗൈസ്. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുള്ളത് എന്തിനാണെന്നറിയോ? എന്തിനാ? എനിക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നുള്ള പരാതി കേട്ട് ഞാൻ പഠിക്കാൻ വന്നിരിക്കണം ഗൈസ് അല്ലേ. ഇനി ബിസിനസ്സിലോട്ടൊക്കെ ഇറക്കുമ്പോൾ വിദ്യാഭ്യാസം വേണം. അപ്പോൾ ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ പഠിക്കുക. അപ്പോൾ എന്തായാലും 10ാം ക്ലാസ് എനിക്കുണ്ട്, +2 കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും, നമ്മുടെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും എന്താണ് ഒരു ബെസ്റ്റ് സൊല്യൂഷനിലായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മളെ ഭാര്യ ഓക്കെ, ഇവിടെ തന്നെ അരീക്കോട് തന്നെയാണ്. ഓക്കെ, ഇതിപ്പോൾ പുതിയ സ്ഥാപനം ഒരു നമ്മൾ ആക്ച്വലി നമ്മൾ എറണാകുളത്താണ് 20 years ആയിട്ട് നമ്മൾ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിനാണുള്ളത്. ബോസയുടെ റീജിയണൽ സെൻ്ററാണ്. കേരളത്തിൽ ഒരേ ഒരു റീജിയണൽ സെൻ്ററാണുള്ളത് ബോസയ്ക്കുള്ളത്, ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ. എൻ്റെ റീജിയണൽ സെൻ്ററാണത്. ഇനിയിപ്പോൾ എനിക്ക് പഠിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങളിപ്പം 10ാം ക്ലാസ് പാസ് എന്നല്ല, 10ാം ക്ലാസ് പാസ്സായി, +2 ഫെയിലാ. +2 ഫെയിലാണെങ്കിൽ ഈ 10th and +2 എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 15 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സ് തികഞ്ഞ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? 10ാം ക്ലാസ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ +2 16 വയസ്സ് തികഞ്ഞ ആർക്കും +2 എഴുതാൻ പറ്റും. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഒരേ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ, ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നത്. വേറെ ഒരുപാട് ബോർഡുകളുണ്ട്, പക്ഷേ അവർക്കൊന്നും ഓൺലൈൻ എക്സാമിനേഷൻ അല്ല, എല്ലാം ഓഫ്ലൈൻ എക്സാമിനേഷനാണ്. ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഏത് പ്രായക്കാർക്കും എഴുതാൻ പറ്റുന്നില്ലാണ് പ്രത്യേകത. ഓക്കെ, അല്ല നമ്മൾ അതല്ല ഇനിയിപ്പോൾ എൻ്റെ അവിടെ കട്ടെ മെയിനായിട്ട് നമ്മൾ പ്രേക്ഷകർ കുറേ പേര് ഇപ്പം വീഡിയോ സ്ഥിരം കാണുന്നത്. അപ്പോൾ അവർക്കായിട്ട് എന്താണ് ഇവിടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ്? നമ്മളിവിടുന്ന് 2 രീതിയിലാണ്. ഒന്ന് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയും, പിന്നെ സീനിയർ സെക്കൻഡറി 10th and +2 എന്ന് പറയുന്നത്. ഇതിൽ ഈ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിൽ 10th and +2 ആണ്. വേറെല്ലാം ഒരുപാട് ബോർഡുകളുണ്ട്, പക്ഷേ ആ ബോർഡുകൾക്കൊന്നും എന്തില്ല,
ഓൺലൈൻ എക്സാം ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ നമ്മൾ ഒരേ ഒരു റീജിയണൽ സെൻ്ററാണ്, അതാണ് ഈ ഓൺലൈൻ സ്പെസ് എന്ന് പറയുന്നത്. നമ്മളുടെ അണ്ടറിൽ 100-200 സെൻറ്റേഴ്സുകളുണ്ട്, ഇപ്പം നിലവിൽ സെൻറ്റേഴ്സുകളുണ്ട്. അപ്പോൾ ഈ 10ാം ക്ലാസ്സും +2 വരുന്ന ആളുകൾക്ക് അവർ ഏജ് ലിമിറ്റ് ഇല്ലാതെ അവർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചിട്ട് അവർക്ക് ഇത് എന്ത് ചെയ്താൽ പരീക്ഷ എഴുതാമെന്നുള്ളതാണ്. അവരുടെ ഫോൺ ഉപയോഗിച്ച് സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റിന് എല്ലാ വാല്യൂ ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവൽ ഒരു ബോർഡാണ്. സിക്കിം ഗവൺമെൻറ് ബോർഡാണ്. സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ അപ്രൂവൽ ഉണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നീറ്റ് എക്സാമിന് വരെ MBBSന് പോകുമ്പോൾ പഠിക്കാവുന്ന കുട്ടികൾക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. NIOS വേറൊരു ഓപ്ഷനാണല്ലോ. ഇപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും ഫീൻ്റെ അവിടേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കുറേ ഒരുപാട് എഡ്യൂക്കേഷൻസിൻ്റെ കോഴ്സും കാര്യങ്ങളും നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഫീസിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫീസിലെത്തുന്ന സമയത്താണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പിറകോട്ട് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഫീസ് എന്ന് പറയുന്ന സംഭവം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടില്ല. കുട്ടികളെ സംബന്ധിച്ചല്ല, പേരൻസിനെ സംബന്ധിച്ചു. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു മാജിക്കൽ ഫിഗർ രജിസ്ട്രേഷൻ നമ്മൾ പറയുന്നുണ്ട്. അതായത് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് 199 രൂപ വെച്ചിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ +2 കുട്ടികൾക്ക് 222 രൂപ വെച്ചിട്ടും അവർക്കും രജിസ്റ്റർ ചെയ്യാം. പിന്നെ അവർക്ക് ആ ഫീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അടച്ചുകൊണ്ടേയിരിക്കാം. ഏത് സമയത്താണ് അവരുടെ ഫീസ് അവർക്ക് കംപ്ലീറ്റ് ആവുന്നത് ആ സമയത്ത് അവർ എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വേറെയുള്ള സ്ഥലങ്ങളും അല്ലെങ്കിൽ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അവർക്ക് ലിമിറ്റ് ഫീസ് പറയും. ആ ഫീസ് അടക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അടച്ചു പോകും. പിന്നെ അവർക്ക് കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്നാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് പരീക്ഷ എഴുതാറുണ്ട്. അപ്പോൾ അത് നല്ല സംഭവമാണ്. പിന്നെ നമ്മളിത് EMI ഫെസിലിറ്റീസ് ആണ്. ഇൻട്രസ്റ്റ് ഇല്ല, നോ ബോൺസ്. ഇപ്പം കുറേ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് EMI ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ സെൻറ്റർ തന്നെ ഓൺലൈൻ സ്പെസ് തന്നെ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ റീജിയണൽ സെൻറ്റർ തന്നെ എന്ത് ചെയ്യണം, അവർക്ക് EMI ഫെസിലിറ്റീസ് കൊടുക്കും. EMI വെച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ബോൺസ് ചാർജ് ഇല്ല, അത് സിവിൽ സ്കോറിനെ ബാധിക്കില്ല. അതായത് ഒരു ലോൺ എടുത്താൽ എന്തൊക്കെ കുട്ടിയെ ബാധിക്കുമോ അതൊന്നും ഈ ഓൺലൈൻ സ്പെസിൽ കൊടുക്കുന്ന EMIക്ക് ഉണ്ടായിരിക്കില്ല. ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിത്തം മുടങ്ങുന്നത് ഫിനാൻഷ്യലി പ്രശ്നങ്ങളിലാണ്. അതിപ്പോൾ EMIയിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കിട്ടുക എന്ന് പറഞ്ഞത് വലിയൊരു കിട്ടലാണ്. കാരണം നമ്മളെ ബാധിക്കാതെ, ഇപ്പോൾ സിവിലാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മളെ ഒന്നും ബാധിക്കാതെ നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവർക്ക് +2 കഴിഞ്ഞാൽ ഇവിടെ തന്നെ അവർക്ക് ഡിഗ്രിക്ക് പഠിക്കാൻ ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അതും UGCൻ്റെ എൻടൈറ്റിൽ പ്രോഗ്രാം റെഗുലർ കോളേജിൽ പഠിച്ച് കിട്ടുന്ന അതേ സർട്ടിഫിക്കറ്റ് തന്നെ ഓൺലൈനിൽ കൂടി അതേ വാല്യൂള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അത് ഒത്തിരി കോഴ്സ് നമുക്ക് ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ടും അവരുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് അവർക്ക് പരീക്ഷ എഴുതാമെന്നുള്ളതാണ്. ഇപ്പം നമ്മളെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഓപ്ഷൻ ഉള്ളത്? ക്ലാസ് ഓൺലൈനാണ്. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റ് ഓൺലൈൻ ഉണ്ടായിരിക്കും, റെക്കോർഡുകൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും, അസൈൻമെൻറ്റ്സ് ഓൺലൈൻ ആയിരിക്കും. ഒരു കോളേജിൽ പോയി പഠിച്ചാൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും അവർക്ക് ഓൺലൈൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. ടീച്ചേഴ്സ് എല്ലാം ക്യാമ്പസിലെ പ്രൊഫസേഴ്സ് ആയിരിക്കും. അത് നല്ല നല്ല ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സിലും റെക്കോർഡ് ക്ലാസ്സിലൊക്കെ ഉണ്ടായിരിക്കും. ഇനി ടൈമുണ്ടോ? ടൈമില്ല അവർക്ക്. എനി ടൈം അവർക്ക് ഏത് സമയത്തും അത് റെക്കോർഡ് ക്ലാസ്. എന്തെങ്കിലും ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനി ടൈം ടീച്ചേഴ്സ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ എന്നൊരു സെക്ഷൻ ഉണ്ട്. അത് മുൻകൂട്ടി അവർ കുട്ടികൾ എന്ത് ചെയ്യും അറിയിക്കും. എന്തായാലും നല്ല ഓപ്ഷനാണ്. ഇനി ഡിഗ്രിയുടെ എന്താ കാര്യം പറഞ്ഞു? ഡിഗ്രി എന്ന് പറഞ്ഞാൽ മംഗലായത്തൻ യൂണിവേഴ്സിറ്റി എന്ന് പറയും. UGCൻ്റെ എൻടൈറ്റിൽ പ്രോഗ്രാമാണ്. അതിന് ഇവിടെ കേരളത്തിൽ PSC, UPSC, സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം അപ്രൂവ്ഡ് ആണ്. എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ് കേരളത്തിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവർക്ക് അതിൻ്റെ ഹയർ സ്റ്റഡി പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല PSC അപ്രൂവ്ഡ് ആണ്. ഓക്കെ, അതല്ല നമ്പറിൽ വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. 24 hours അവർക്ക് വാട്സപ്പിൽ അവൈലബിൾ ആണ്. അവർക്ക് വാട്സപ്പിലേക്ക് അവർ ഡീറ്റെയിൽസ് അതിൽ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അവർ കൊടുക്കും. നേരിട്ട് അവർക്ക് ക്യാമ്പസിൽ വന്നിട്ട് അല്ലെങ്കിൽ ഓഫീസിൽ വന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും നിങ്ങൾ കേട്ടില്ലേ? അതായത് നിങ്ങളുടെ മക്കളൊക്കെ വിദ്യാഭ്യാസം മുടങ്ങി നിങ്ങൾക്ക് അന്നത്തെ ടൈമിൽ പഠിക്കാനുള്ളൊരു ഓപ്ഷനൊന്നും പിന്നെ പോലെ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റേബിളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ഇല്ലാത്തൊരാളാണ്, ഒരുമിച്ച് പൈസ കൊടുക്കാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും
പഠനം എന്നുള്ള എഡ്യൂക്കേഷൻ എന്നുള്ളത് പ്രായപരിധി ഇല്ലാതെ നമ്മുടെ സ്പെസ്സിൽ നടത്തും. അതും EMI ഒരു രൂപ പോലും ഇൻട്രസ്റ്റ് ഇല്ലാതെ എന്നാണോ നിങ്ങൾ ആ പൈസ അടച്ച് തീർക്കണം നിങ്ങൾക്ക് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കയ്യിലും വാങ്ങിയിട്ട് നിങ്ങളുടെ ബാക്കി പരിപാടികൾ നോക്കാം അല്ലേ? യെസ്. അപ്പം എന്തായാലും സംഭവം കിട്ടുവാണ്. ഞങ്ങൾക്ക് ഡിഗ്രി നോക്കണോ? ഇവളുടെ എന്താ കഴിഞ്ഞ് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു. അവൾക്ക് ഡിഗ്രി ചെയ്യണമെന്നുണ്ട്. ഇനി ഡിഗ്രി BA ഉണ്ട്, BBA ഉണ്ട്, BCom ഉണ്ട്, BA ജേർണലിസ്റ്റ് ഉണ്ട്, ഒത്തിരി കോഴ്സുകളുണ്ട് ഉണ്ട് അല്ലേ? അത് കൂടെ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നത് നമുക്ക് എല്ലാ കോഴ്സുകളും ഇല്ല, യൂണിവേഴ്സിറ്റിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സുകളും. അക്കൗണ്ടിങ്ങോ? BCom ഉണ്ട്, പിന്നെ ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് ആ ഒരു നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവളെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തോളി. സംഭവം വീടാണ്. എന്തായാലും ഫുൾ ടൈം ഉണ്ടാവില്ലേ? ടൈം ഉണ്ടാവില്ലേ? എന്തായാലും അവരെ വിളിച്ചോളിട്ടാ. അങ്ങനെ ഇനി പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇനി പഠിച്ചില്ല എന്നുള്ള കുറ്റബോധം വേണ്ട. കാരണം ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ആൾക്കാർ ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ ജാസിനെ വിളിക്കലാണ് അല്ലേ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ നമ്മളെ ഈ ബുദ്ധി കൊണ്ടൊക്കെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ലെവലാവും ഗൈസ് അല്ലേ? അതുകൊണ്ട് ഓൾക്ക് ഞാൻ പഠിപ്പിക്കാൻ കുറച്ച് പിന്നാക്കമാണ്. സാധാരണ അവരാരെ പെണ്ണുങ്ങളുണ്ടാവുക ഭർത്താക്കന്മാർക്ക് വിദ്യാഭ്യാസം വേണം. എന്നിട്ട് ഇവിടെ ഇന്നെ വിദ്യാഭ്യാസം ആക്കണില്ല ഗൈസ്. എങ്ങനെയാണ് പ്ലസിൻ്റെ അഭിപ്രായം എന്താ? കാരണം മക്കളെ നോക്കിക്ക്, അതായത് എല്ലാ എഡ്യൂക്കേഷൻ സെൻറ്ററും പൈസ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന സംഭവങ്ങളാണ്. എല്ലാവരെയും നമുക്ക് കുറ്റം പറയാല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ ഇങ്ങനെ കൊടുത്ത് എന്നാണോ നമ്മളത് കൊടുത്ത് അത് ഈ ഇൻട്രസ്റ്റ് ഇല്ലാതെ EMI രീതിയിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാ ക്വാളിഫിക്കേഷനും ഗവൺമെൻറ് അപ്രൂവോട് കൂടി കിട്ടുന്നതാവില്ലേ? നമുക്ക് വിടുക.